ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഇതിന്റെ അടിഭാഗം ഒന്നും അടിച്ചു വാരാറില്ലേ പിള്ളേരെ? കൂട്ടി കൂട്ടി എല്ലാം കൂടെ അതിന്റെ അടിയിലേക്ക് അടിച്ചു തള്ളും. രണ്ടും മടിച്ചുകളാ. മേലനങ്ങി രണ്ടും പണിയെടുക്കില്ല. രാവിലെ അവിടെ തൂത്തത് ശ്യാമയാ. ആ, ഇവളാണെങ്കി പിന്നെ ഒട്ടും കുനിയേയില്ല. അടിച്ചു വാരുമ്പോ കിടക്കുന്ന പൊടി തനിയെ അവളുടെ അടുത്തേക്ക് ചെല്ലണം. അല്ലാതെ അവളായിട്ട് ബുദ്ധിമുട്ടി ഒന്നും ചെയ്യില്ല. അമ്മേ, അമ്മേ, ശാലിനിയല്ലേ? നീ എന്താ പതിവില്ലാതെ ഈ സമയത്ത്? എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ജോലിയൊക്കെ അവര് ചെയ്തോളും. അമ്മ വന്നേ. എടി, കൈയൊക്കെ അപ്പടി അഴുക്കാ. നീ കാര്യം പറ. എനിക്കിവിടെ വെച്ച് പറയാൻ പറ്റില്ല. അമ്മ വന്നേ. ഞാൻ എന്താ മോളെ? എടി, എന്താ? അമ്മ, ജീവിതത്തിലെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തില അമ്മയുടെ മോള് നിൽക്കുന്ന. എന്റെ ഈ പ്രതിസന്ധി ഞാനായിട്ടുണ്ടാക്കിയതാ. പക്ഷെ എനിക്ക് ഇതിന്നൊരു മോചനം വേണം. അമ്മ മുടങ്ങാതെ വിളിക്കുന്നതല്ലേ അമ്മയുടെ ദൈവങ്ങളെ. എനിക്ക് വേണ്ടി അമ്മയുടെ ദൈവങ്ങളോട് എന്നെ ഒന്ന് ഇതിന്ന് കരകയറ്റി തരാൻ പറ. ഇല്ലെങ്കിൽ ഹൃദയം തകർന്ന് മരിച്ചു പോവും. എന്താടി, എന്താ ഉണ്ടായേ? നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. പറയാമ്മ, ഞാനെല്ലാം പറയാം. പറഞ്ഞ ചിലപ്പോ എനിക്കല്പം ആശ്വാസം കിട്ടിയല്ലോ. ഞാനും വിഷ്ണുട്ടനും വഴക്കു കൂടിയ സൗഹൃദം ആരംഭിച്ച് ആ സൗഹൃദം സ്നേഹമായി വിവാഹ ജീവിതം വരെ എത്തി. പിണക്കങ്ങളും ഇണക്കങ്ങളുമായി അത് മുന്നോട്ട് പോയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും സംശയം എന്ന വലിയ വിപത്ത് കടന്നു വന്നിട്ടില്ല. പക്ഷെ അത് ഞാനായിട്ട് തെറ്റിച്ചു. ഞാൻ എന്റെ വിഷ്ണുട്ടനെ സംശയിച്ചു. ഒരു കാരണമില്ലാതെ കുറ്റപ്പെടുത്തി. തന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. ഏട്ടത്തേമ്മ അറിഞ്ഞതിലപ്പുറം അവർ തമ്മിൽ എന്തോ ഉണ്ട്. ഇവളുടെ ആണുങ്ങളെ വലവീശി പിടിക്കുന്ന സ്വഭാവമില്ലേ? അതറിഞ്ഞിട്ടല്ലേ ആദ്യത്തെ ഭർത്താവ് വിട്ടേച്ചു പോയത്? ആ രേഷ്മയും കൊണ്ടല്ലേ നിങ്ങൾ പോയത്?